ഹായ്, ആവലിടം ബൈ നീതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല നാടൻ മോരുകറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതങ്ങനെ മീഡിയം സൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കുമ്പളങ്ങയുടെ 1/4 ഭാഗം എടുത്തതാണിത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1 മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ കുമ്പളങ്ങ തന്നെ വേണം കേട്ടോ. വെള്ളരിക്കായാലും ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, കുമ്പളങ്ങയ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ. ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. നമ്മളെ കുമ്പളങ്ങയൊക്കെ വെന്തോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ നല്ല കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കണം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൺചട്ടിയാണ്. അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/2 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ തന്നെ ചേർക്കണം കേട്ടോ. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി തേങ്ങയുടെയും പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണുകൾ ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇപ്പോൾ ആ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളുണ്ടല്ലോ കുമ്പളങ്ങയുടെ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ വെള്ളത്തോട് കൂടെ തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ തൈര് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തൈര് അല്ലെങ്കിൽ മോരുണ്ടെങ്കിൽ അത് മോരൊഴിച്ചാലും മതി, അതാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് തൈരാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ തൈരൊന്ന് കട്ടയൊന്ന് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പുളിക്കനുസരിച്ച് അത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ആദ്യം കുറച്ച് പുളി കുറവായിരുന്നു, തൈരിന് കുറച്ച് പുളി കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക പുളി ഉണ്ടോ എന്നുള്ളത്. കുറവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ പുളി ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നല്ല പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി. ഇപ്പം നമ്മൾ കറി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് താളിച്ച് ഒഴിക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂണ് കടുക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. അത് രണ്ടും ഒന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വറ്റൽമുളകും കൂടെ ചേർത്ത് നല്ലൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിത് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുന്നൊന്നുമില്ല. ഞാൻ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് വറവ് ഇട്ടതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ ഒന്ന് അടച്ച് വെക്കണം. സ്മെല്ലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.